24 എക്സ്ക്ലൂസീവ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കും. കെ സുധാകരൻ ഡൽഹിയിലെത്തി തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായി സൂചനയുണ്ട്. അതേസമയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം, ജാതി സെൻസസ് എന്നിവ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടിലും പ്രമേയം പാസാക്കും. ജാതി സെൻസസ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയ രാഹുൽ ഗാന്ധിയെ യോഗം അഭിനന്ദിക്കും. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ വിനീത VG ഡൽഹിയിൽ നിന്ന്. വിനീത, ആദ്യം സമീറിലേക്കാണ്. സമീർ, KPCC അധ്യക്ഷനെ ഉടൻ മാറ്റും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ചില പേരുകൾ നേരത്തെ തന്നെ നമുക്ക് മുമ്പിലുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്താണ് ലഭ്യമാകുന്ന സൂചനകൾ? സമീർ. രാജ്യത്തെ KPCCക്ക് പുതിയ അധ്യക്ഷൻ വരും എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. വൈകാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നു. അതിന് തൊട്ടുപിറകെയായിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുകയാണ്. കരുത്തുറ്റ ഒരു നിരയുമായും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലായെങ്കിൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥാനം മാറി നൽകണം, അല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ഒരു ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സുധാകരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഹൈക്കമാൻഡാണ് ഈ പദവി തന്നത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാറി നൽകാൻ, ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ ഒരുക്കമാണ് എന്ന കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പേരുകൾ, ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകൾ, ഒന്ന് അടൂർ പ്രകാശിൻ്റേതാണ്, മറ്റൊന്ന് ബെന്നി ബെഹനാൻ്റേതാണ്. ഇത്തരത്തിലുള്ള പേരുകൾ ഉയരുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നുണ്ട്. അത് കെ മുരളീധരൻ്റെ നാമമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരമാണ് തൃശ്ശൂരിൽ പോയി മത്സരിച്ചത്. വലിയ രീതിയിലുള്ള പരാജയമുണ്ടായി. പക്ഷേ ആ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ കാര്യമായ ഒരു പരിഗണനയും തനിക്ക് ലഭിക്കുന്നില്ല, നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ള ഒരു പരോക്ഷ വിമർശനം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ മുരളീധരന് എന്ത് സ്ഥാനമായിരിക്കും പാർട്ടി നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയാകും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KPCC അധ്യക്ഷനെ മാത്രമായിരിക്കില്ല, KPCC ഭാരവാഹികൾ അതുപോലെ തന്നെ DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലും മാറ്റം ഉണ്ടാകും എന്ന കാര്യമാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. വലിയ രീതിയിൽ, കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകും. ആ ഒരു മുൻകരുതലോട് കൂടി ഒരു മുന്നോട്ട് പോക്ക് അനിവാര്യമാണ് എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. ഹൈക്കമാൻഡ് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ അറിയിപ്പ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയും കെ സുധാകരനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ എന്താണ്? ഇനി കെ സുധാകരനെ മറ്റേതെങ്കിലും ചുമതല നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ വിനീത? അത്തരം വിവരങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം, മല്ലികാർജ്ജുൻ ഖർഗെയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ട്. ഇന്ന് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷം ഒരുപക്ഷെ ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി കൂടി കൂടിക്കാഴ്ച നടത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലെ ഒരു തുടർ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഒരുപക്ഷെ ഒരു മാറ്റം, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ AICC ആണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഒരു മാറ്റം നേതൃനിരയിലേക്ക് അടക്കം കൊണ്ടുവന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ അതിനെ ഏത് തരത്തിൽ അഭിമുഖീകരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടന്നേക്കുമോ എന്നതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ നേരത്തെ തന്നെ താൻ ഈ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്നുള്ള കാര്യം സുധാകരൻ തന്നെ നേരത്തെ പാർട്ടിയെ കൂടി അറിയിച്ചതാണ്. ഒപ്പം തന്നെ അതേസമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തന്നെ മാറ്റുന്ന തരത്തിൽ മാധ്യമങ്ങളിലേക്കടക്കം ചില വാർത്തകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകരുതെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് മുമ്പിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിൽ സംഘടനാപരമായി പുതിയ നേതൃനിര അതിനെ നയിക്കണം, ആ തെരഞ്ഞെടുപ്പിന് സജ്ജമാകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്.